അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ കാലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡ്സ് ലാർജസ്റ്റ് ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്റ്റും കൂടിയാണ്. അപ്പോൾ ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോവർ സൈഡിൽ നിന്ന് ഹയർ സൈഡിലേക്ക് എന്ത് ചെയ്യുന്നു, വെള്ളത്തിനെ ശക്തിയായിട്ടുള്ള പമ്പുകൾ ഉപയോഗിച്ചിട്ട് പമ്പ് ചെയ്ത് വയ്ക്കുന്നു. ഓക്കെ, പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ട് പ്രാൺഹിത റിവർ. അതാ കാലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്റ്റ്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ അടുത്ത ഒരു റിവർ ഇതിൽ പ്രാൺഹിത റിവറിൽ വന്ന് മെർജ് ചെയ്യുന്നുണ്ട്. ഈ റിവറിനെ വിളിക്കുന്ന പേര് പെൻഗംഗാ റിവർ. പെൻഗംഗാ റിവർ. എന്നിട്ട് ഫർദറായിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോദാവരി റിവർ മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ കണ്ടോ കുറേ അധികം മൗണ്ടൻസ് കാണുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് കൊച്ചവാരം. അങ്ങനെ പോയി അതാ പൊലാവരം. ഈ പൊലാവരത്താണ് എന്ത് വരുന്നത്, പുതിയൊരു ഡാം നിർമ്മിക്കുന്നത്. പൊലാവരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്റ്റ്, അടുത്ത ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്റ്റ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ പൊലാവരം ഡാം നിങ്ങളിപ്പോൾ അടുത്ത് കണ്ടിട്ടുണ്ടാവും, ആന്ധ്രാപ്രദേശിലുള്ളത് ഏറ്റവും ലാർജസ്റ്റ് ഡാം ഇൻ ടേംസ് ഓഫ് ഡിസ്ചാർജ്. അതായത് വേൾഡിലുള്ള ഏറ്റവും ലാർജസ്റ്റ് ഡാം ഇൻ ടേംസ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം പുറത്തേക്ക് സ്പിൽവേയിൽ കൂടെ തള്ളി വിടുന്നത്. ഡാമിൻ്റെ സ്പിൽവേ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ വെള്ളം പുറത്തേക്ക് ചാടി വരുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ഡിസ്ചാർജ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഡാമാണ് പൊലാവരം ഡാം എന്ന് പറയുന്നത്. അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഏതിനകത്താണ്, ഗോദാവരി റിവറിലാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ആന്ധ്രാപ്രദേശ്. കാലേശ്വരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, തെലങ്കാനയിലാണ്. ഓക്കെ, പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഫർദറായിട്ട് ഡൗൺ സ്ട്രീമിലായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഡെൽറ്റകൾ ക്രിയേറ്റ് ചെയ്ത് അവസാനം അവിടെ ചെന്ന് അവസാനിക്കുന്നു യാനം. അവിടെയൊക്കെ ചെന്നിട്ട് അവസാനിക്കുന്നു, ഇവർ അവസാനിക്കുന്നു. യാനം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇറ്റ്സ് കേന്ദ്രഭരണ പ്രദേശമാണ്. ഓക്കെ, യാനം പുതുച്ചേരി യാനം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവർ എന്ന് പറയുന്നത് മഹാനദി. മഹാനദി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് മധ്യപ്രദേശിൽ നിന്നാണ്. ഈ മഹാനദി റിവറിനൊരു പ്രത്യേകതയുണ്ട്. വേൾഡിലെ ലോങ്ങസ്റ്റ് ഡാമായിട്ടുള്ള ഹിരാക്കുഡ് സ്ഥിതി ചെയ്യുന്നത് മഹാനദി റിവറിലാണ്. വേൾഡ്സ് ലോങ്ങസ്റ്റ് ഡാം സ്ഥിതി ചെയ്യുന്നത് 2 കിലോമീറ്ററോളം ലെങ്ത് ഉണ്ട് ആ ഡാമിന് എന്ന് പറയുന്നത്. അപ്പോൾ ആ വേൾഡ്സ് ലോങ്ങസ്റ്റ് ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, മഹാനദിയിലാണ്. അതാണ് ഈ കാണുന്ന ഹിരാക്കുഡ് റിസർവ്. ഹിരാക്കുഡ് ഡാം 2 കിലോമീറ്റർ ലെങ്ത് ഉണ്ട്. ആ 2 കിലോമീറ്റർ ലെങ്ത് ഉള്ള വേൾഡ്സ് ലോങ്ങസ്റ്റ് ഡാം, ഈ കാണുന്ന വേൾഡ്സ് ലോങ്ങസ്റ്റ് ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വേൾഡ്സ് ലോങ്ങസ്റ്റ് ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, മഹാനദിയിലാണ്. അപ്പോൾ മഹാനദി റിസർവോയർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാനദി ഒറിജിനേറ്റ് ചെയ്യുന്നത് റായ്പൂർ ഡിസ്ട്രിക്റ്റിലാണ്. ഓക്കെ, റായ്പൂർ ഡിസ്ട്രിക്റ്റിലാണ്, വിച്ച് ഇസ് നിയർ ഛത്തീസ്ഗഡ്. അപ്പോൾ മഹാനദി നമ്മളിങ്ങനെ ഇതേപോലെ തന്നെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാനദി റിവർ റിസർവോയർ. പിന്നീടും ഫർദറായിട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള റായ്പൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, മഹാനദി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഒന്നും കൂടി സൂം ഔട്ട് ചെയ്ത് നമ്മൾ പതുക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ് സംസ്ഥാനം നമുക്ക് കിട്ടും. നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഛത്തീസ്ഗഡ്. അപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, മഹാനദി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ആ മഹാനദി റിവറിൽ എന്ത് ചെയ്യുന്നുണ്ട്, പല റിവേഴ്സും ഡൗൺ സ്ട്രീമിൽ വന്ന് ചേരുന്നുണ്ട്. പല റിവേഴ്സും വന്ന് ചേരുന്നുണ്ട്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിരാക്കുഡ് റിസർവോയർ സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ബൗണ്ടറി കടന്ന് ഏതിലേക്ക് കടന്നു, ഒറീസയിലേക്ക് കടന്നു, ഹിരാക്കുഡ് റിസർവോയറിൽ നിന്ന് ഫർദർ ഡൗൺ സ്ട്രീമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടക്ക്
കട്ടക്ക് നഗരം സ്ഥിതി ചെയ്യുന്നത്, ഫേമസ് ആയിട്ടുള്ളൊരു സിറ്റിയാണ്, സ്ഥിതി ചെയ്യുന്നത് മഹാനദിയുടെ തീരത്താണ്. എന്നിട്ട് പാരദീപ് ബീച്ച്, ഈ പറഞ്ഞിട്ടുള്ള മെയിൻ ആയിട്ടുള്ള പോർഷൻസൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാനദി റിവറിൻ്റെ തീരത്താണ്. യെസ്, ഓക്കെ. ഈ മഹാനദി റിവറിൻ്റെ ഏകദേശം 53% ഓഫ് ക്യാച്ച്മെൻറ്റ് ഏരിയ അല്ലെങ്കിൽ റിവർ ബേസിൻ സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലുമാണ്. മധ്യപ്രദേശ്. ബാക്കി റിമൈനിങ് 47% സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഒറീസയിലാണ്. ഒറീസ. യെസ്, മഹാനദി. അപ്പോൾ ഏതാണ് ഇമ്പോർട്ടൻസ്? മഹാനദി റിവറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിരാക്കുഡ് റിസർവോയർ സ്ഥിതി ചെയ്യുന്നത് ഏതിലാണ്? മഹാനദി റിവറിലാണ്. ഓക്കെ, ഹിരാക്കുഡ് റിസർവോയർ സ്ഥിതി ചെയ്യുന്നത് ഏതിലാണ്? മഹാനദി റിവറിലാണ്. ഓക്കെ. ഈ റിവറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 851 കിലോമീറ്ററാണ്. മഹാനദി റിവറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 851 കിലോമീറ്ററാണ്. യെസ്. ഇനി അടുത്ത റിവർ നമ്മൾ നോക്കുകയാണെങ്കിൽ കാവേരി റിവർ. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു റിവറാണ് കാവേരി റിവർ എന്ന് പറയുന്നത്. കാവേരി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് കാവേരി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ബ്രഹ്മഗിരി ഹിൽസ് ഇൻ കർണാടക. കാവേരി നദി ഒറിജിനേറ്റ് ചെയ്യുന്നത് വൃന്ദാവൻ ഗാർഡൻസ്. നിങ്ങൾ മൈസൂരൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൃന്ദാവൻ ഗാർഡൻസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടാകും. വൃന്ദാവൻ ഗാർഡൻസൊക്കെ സിറ്റുവേറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ വൃന്ദാവൻ ഗാർഡൻസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വൃന്ദാവൻ ഗാർഡൻസ്. അതുപോലെ തന്നെ കൃഷ്ണരാജസാഗർ റിസർവോയർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ ഏതിന് അക്രോസാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? കാവേരി റിവറിന് അക്രോസാണ്. അപ്പോൾ ബ്രഹ്മഗിരി ഹിൽസിൽ നിന്നാണ് കാവേരി റിവർ എന്ത് ചെയ്യുന്നത്? ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രംഗനത്തിട്ടു ബേർഡ് സാഞ്ചുറി, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാവേരി റിസർവോയറിലാണ്. അപ്പോൾ കാവേരി റിവർ ഏതിലേക്ക് ചെന്ന് ചേരുന്നു? തമിഴ്നാട്ടിലും കർണാടകയിലും അതേപോലെ തന്നെ കേരളത്തിലുമായിട്ടാണ് കാവേരി റിവറിൻ്റെ ബേസിൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ കബനി റിവർ എവിടെയാണ് വന്നു ചേരുന്നത്? കാവേരി റിവറിലാണ് വന്നു ചേരുന്നത്. അപ്പോൾ കാവേരി റിവറിൻ്റെ ഒരു ട്രിബ്യൂട്ടറിയാണ് ഏതെന്ന് പറയുന്നത്? കബനി റിവർ. യെസ്. അപ്പോൾ ആ കാവേരി റിവർ ഈ റോഡിൽ നിന്ന് ചേർന്ന് അവസാനം എവിടെ ചെന്ന് അവസാനിക്കുന്നു? അവസാനം ബേ ഓഫ് ബംഗാളിൽ ചെന്ന് അവസാനിക്കുന്നു. നിയർ ചിദംബരം അവിടെ വെച്ച് ബേ ഓഫ് ബംഗാളിൽ ചെന്ന് അവസാനിക്കുന്നു. ഓക്കെ. യെസ്. കാവേരി റിവറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 800 കിലോമീറ്ററാണ്. അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണെന്നാണ് പറഞ്ഞത്? ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ബ്രഹ്മഗിരി ഹിൽസിൽ നിന്നാണ്. ബ്രഹ്മഗിരി ഹിൽസ് ഇൻ കർണാടകയിൽ നിന്നാണ് കാവേരി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇൻ കൊടക് ഡിസ്ട്രിക്റ്റ്. യെസ്. അതിൽ ബഹുഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള, കർണാടക, അതേപോലെ തന്നെ തമിഴ്നാട്. ഓക്കെ. 3% സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ്. 41% സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടകയിലാണ്. ബാക്കിയുള്ള റിമൈനിങ് 56% സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ ഇങ്ങനെ 3 സ്റ്റേറ്റ്സിലുമായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? കാവേരി റിവർ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. യെസ്. കബനി, ഭദ്രാവതി, അമരാവതി ആർട്സ് മെയിൻ ട്രിബ്യൂട്ടറീസ് എന്നും പറഞ്ഞിട്ടുണ്ട്. യെസ്. ഇനി അടുത്തതായിട്ടുള്ള ഒരു റിവറാണ് ഏതെന്ന് പറയുന്നത്? അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിവറാണ് കൃഷ്ണ റിവർ. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവറാണ് കൃഷ്ണ റിവറും ഇതുപോലെ തന്നെ
മഹാരാഷ്ട്രയിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. മഹാബലേശ്വർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് കൃഷ്ണ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഈ അൽമാട്ടി ഡാം, കൃഷ്ണ റിവർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈ പറഞ്ഞിട്ടുള്ള മഹാബലേശ്വറിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓൺ ദ വേ പല ഡാമുകളുണ്ട്. പിന്നീട് ഫർദർ കൃഷ്ണ റിവർ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണ റിവർ രണ്ട് റിവേഴ്സ് ഉണ്ട്. കോയിന, ശിവാജി സാഗറിലേക്ക് കോയിന റിവർ, ഇനി ഫർദറായിട്ട് കോയിന റിവർ. ഇനി ഫർദറായിട്ട് നോക്കുകയാണെങ്കിൽ മെയിൻ സ്ട്രീം കൃഷ്ണ റിവർ. ഈ കൃഷ്ണ റിവറിൻ്റെ മെയിൻ സ്ട്രീം കൻഹർ ഡാം. പിന്നെയും ഫർദറായിട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദോം ലേക്ക്. അങ്ങനെ ഈ 3 ലേക്കിൽ നിന്നാണ് ആര് ഒറിജിനേറ്റ് ചെയ്യുന്നത്? കൃഷ്ണ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഈ 3 സൂം ഔട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏത് പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്? മഹാബലേശ്വർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കൃഷ്ണ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? മഹാബലേശ്വർ. മഹാരാഷ്ട്ര. ഓക്കെ, മഹാബലേശ്വരൻ മഹാരാഷ്ട്ര. ഓക്കെ, കൃഷ്ണ റിവറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1401 കിലോമീറ്റർ ആണ്. തുംഗഭദ്ര എന്ന് പറയുന്ന റിവർ കൃഷ്ണ റിവറിൻ്റെ ഒരു ട്രിബ്യൂട്ടറിയാണ്. തുംഗഭദ്ര എന്ന് പറയുന്നത്. ഇതിൽ കൃഷ്ണ റിവറിൻ്റെ 44% സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലും 29% സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലും റിമൈനിങ് 27% സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലുമാണ്. അപ്പം കൃഷ്ണ റിവർ ഫ്ലോ ചെയ്യുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിവർ ബേസിൻസ് ഏതിലൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര. അതിൽ പെർസെൻറ്റേജ് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ 44% കർണാടക, 27% മഹാരാഷ്ട്ര, ദെൻ 29% ആന്ധ്രാപ്രദേശ്. ഓക്കെ, ഇറ്റ് ഈസ് വൺ ഓഫ് ദ സെക്കൻഡ് ലാർജസ്റ്റ് സൗത്ത് ഇന്ത്യൻ റിവേഴ്സ്. ഗോദാവരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ടുള്ള സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ളൊരു സൗത്ത് ഇന്ത്യൻ റിവറാണ് ഏതെന്ന് പറയുന്നത്? കൃഷ്ണ റിവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 റിവേഴ്സും കൂടിയുണ്ട്. അതിലൊന്നാണ് നർമ്മദ റിവർ. ഈ കാണുന്നതാണ് നർമ്മദ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. തവ റിവർ ഉണ്ട്. നർമ്മദ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഫർദർ അപ്പ് സ്ട്രീമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നർമ്മദ റിവർ ഫർദർ അപ്പ് സ്ട്രീമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നർമ്മദ റിവർ ഫർദർ നമ്മളങ്ങോട്ട് അമർകണ്ടക് പ്ലാറ്റ്യൂവിൽ നിന്നാണ് ആര് ഒറിജിനേറ്റ് ചെയ്യുന്നത്? നർമ്മദ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. വിച്ച് ഈസ് സിറ്റുവേറ്റഡ് ഇൻ മധ്യപ്രദേശ്. അപ്പം നർമ്മദ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് അമർകണ്ടക് പ്ലാറ്റ്യൂ. ഇൻ മധ്യപ്രദേശ്.
മധ്യപ്രദേശിലെ അമർകണ്ടക് പ്ലാറ്റുവിൽ നിന്നാണ് നർമ്മദ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. യെസ്. എന്നിട്ട് ഏത് 3 സ്റ്റേറ്റിൽ കൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്? നർമ്മദ റിവർ പാസ് ചെയ്ത് യെസ്, നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ബോർഡർ റീജിയൻ നിങ്ങൾക്ക് കാണാം. അത് മഹാരാഷ്ട്രയുടെയും അതേപോലെ തന്നെ ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവയുടെ എന്താണ് ബോർഡറാണ്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്യുന്നു? റാൻ ഓഫ് കച്ചിൽ അല്ലെ ഗൾഫ് ഓഫ് കമ്പത്തിൽ വന്നു. ഗൾഫ് ഓഫ് കമ്പത്ത് അവസാനിക്കുന്നു. ആര്? നർമ്മദ റിവർ. ഓൺ ദ വേയിലാണ് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി, വേൾഡ്സിലെ ലാർജസ്റ്റ് പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് ഏത് റിവറിലാണ്? ഈ പറഞ്ഞിട്ടുള്ള നർമ്മദ റിവറിലാണ്. ഈ നർമ്മദ റിവറിന് അക്രോസ് ആയിട്ടാണ് ഏത് വിവാദമായിട്ടുള്ള സർദാർ സരോവർ ഡാം, നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ സർദാർ സരോവർ ഡാമിന് ശേഷം ഇവിടെ നിന്ന് അങ്ങോട്ട് പരന്ന് കിടക്കുന്ന കണ്ട റിസർവോയർ. ഈ റിസർവോയർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള എത്തനിക് പീപ്പിളിന് അല്ലെങ്കിൽ ട്രൈബൽ പീപ്പിൾസിൻ്റെ സ്ഥലം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞതിന് ഒരു സമരമുണ്ടായതാണ്. മേധാ പട്കറിൻ്റെ കീഴിൽ ഒരു സമരം ഉണ്ടായതാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. അതായത് സർദാർ സരോവർ ഡാം നിർമ്മിക്കരുത്, റിസർവോയർ അവരുടെ ജീവനോപാധി അല്ലെങ്കിൽ ഡെയിലി ലൈഫിനെ ബാധിക്കുമെന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ സമരം നടന്നിട്ടുള്ളത് ഈ സർദാർ സരോവർ ഡാമിന് എതിരാണ്. ഓക്കെ, യെസ്. സോ ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? അമർകണ്ടക് പ്ലാറ്റുവിൽ നിന്നാണ്. പിന്നീട് എവിടെ ചെന്നാണ് അവസാനിക്കുന്നത്? ഗൾഫ് ഓഫ് കമ്പത്തിൽ ചെന്നാണ് അവസാനിപ്പിക്കുന്നത്. ഓക്കെ.